ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പേരുവിളിയൊക്കെ കഴിഞ്ഞ് ബീച്ച് ഡാമിലേക്ക് എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളം തുറന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് ഞങ്ങൾ ബീച്ച് ഡാം ഒന്ന് കാണാൻ വന്നതാണ്. ബീച്ച് ഡാമിലേക്ക് കിടന്ന് ഡാമൊക്കെ ഞങ്ങൾ മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട്. ഫോട്ടോ മാത്രം എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ താഴെ ചെല്ലുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലെ കുട്ടത്തും തുളുമ്പുന്ന പോരാളി. എന്താ പറയുക, കണ്ട ഊഞ്ഞാലൊക്കെ കണ്ട അവിടെ കയറി ഇരിക്കുക, ഇരുന്ന ആടാ, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയാം. കണ്ട ചെരുപ്പൊക്കെ ഒരു കട്ടി കളഞ്ഞു, അതത്രേ ഉള്ളൂ. ആൾക്ക് അവിടെ കയറി ഇരിക്കുക, ഇരുന്ന ആട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ അങ്ങനെ ഗൈസ് അമ്മേനെ ഇറക്കിയിട്ട് ഇതോ ഞാൻ കൈയിറക്കിയിരിക്കുന്നു ഊഞ്ഞാല. പക്ഷെ അങ്ങോട്ടൊന്നും തരില്ല കേട്ടോ. പാറുന്ന് കയറണം നമ്മൾ നേരമില്ലാത്തതുകൊണ്ട് പിന്നെ പട്ടി ഷോ കാണിച്ച് ഇറങ്ങുന്നു. പിന്നെ പാറുന്ന് സമയം കൊടുക്കുന്നു. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഗൈസ്? അങ്ങനെയൊന്നുമില്ല, ആളിതേപോലെ അപ്പുറത്തു ഞാൻ അടി തളർന്നു. യാത്ര കഴിഞ്ഞപ്പോൾ തുടങ്ങി ജലദോഷം. അതിൻ്റെ ഒരു മൂക്കടപ്പുണ്ട്. സൗണ്ട് ഇട്ടപ്പോൾ പിന്നെ മൈക്കൊന്നും ഇല്ലാത്ത കാരണം കേട്ടോ, അത് സൗണ്ട് ഇല്ലാത്ത ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത് ചേച്ചിയാണ്. എല്ലാവരും ഊഞ്ഞാല കണ്ടപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഊഞ്ഞാലാണ്. ഇങ്ങനത്തെ അടുത്ത അതിഥി എത്തിയിട്ടില്ല ഗൈസ്. പട്ടി ഷോ കാണിക്കാനുള്ള അടുത്ത അതിഥി അവളുടെ ഒത്തിയുടെ അത് കഴിഞ്ഞതാ, ഒരാട്ട കഴിഞ്ഞതാ. എന്നിട്ട് അവൾക്ക് വീഡിയോ കിട്ടിയില്ലാത്ത, എന്നിട്ട് അവൾക്ക് അതിന് വീണ്ടും എടുത്തത് കൊടുത്താണെങ്കിൽ. ഇത് രണ്ടമ്മായിമാരാണ്. ഇപ്പോൾ താഴത്തേക്ക് പോകണം കേട്ടോ. താഴത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് വരാം. ഞാൻ പണിക്ക് ഒന്നും കൂടി പറയ്. ഇതിക്കൂടെ ഇറങ്ങി പോകാൻ നല്ല ചാട്ടം, എനിക്കിഷ്ടമായി. എന്തുവാ ഇത്, അവിടെ ഒക്കെ നല്ല വെയിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തണലുണ്ടായിട്ടാണ്. ഇപ്പം ഈ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളത്. പക്ഷെ എന്നാലും നല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുക, ലെഫ്റ്റേക്കാട്ടോ വെച്ചാൽ നമ്മുടെ പാർക്ക്. അവിടേക്ക് നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത്ര ആൾക്കാരുണ്ടായിരുന്നു പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല ആൾക്കാർ, മറ്റേ പിള്ളേരെ കടന്ന് നല്ല കളിയായിരുന്നു. മറ്റേ പാർക്കിലൊക്കെ സീസോയിൽ കളിക്കലും. അത് പറയുമ്പോഴാണ് വേറെ 2 പിള്ളേരെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ടു ഗൈസ്. 2 പിള്ളേർ, ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ 2 പിള്ളേർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നു. ഇതാണ് ഗൈസ് കുഞ്ഞു പാവകൾ. ആദ്യമായിട്ട് സീസോ കാണാൻ തോന്നുന്നു. കുഞ്ഞു കുട്ടികൾ നൊസ്റ്റാൾജിയ.
നമുക്കിനി പാലത്തിക്കോട്ടാണ് നമുക്ക് നാട്ടിൽ നിന്ന് പോയി. ഇനി അതിക്കൂടെ പോയിട്ട് ആ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെ പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിനി അങ്ങോട്ട് ഇവിടെ ഒരു അടുത്ത അടിക്കൊരു പടി കൂടി ഉണ്ട്. ആ പടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് നടക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുക്കുന് കയറാൻ പോവാൻ പറ്റല്ലേ? പോ നോക്കിയവൻ. അല്ല നീ പോയേ? അല്ല അരി പോയേ? സിമ്പിളല്ലേ? ചെളി ഉണ്ടോ? ചെളി ഇത് വൈദ്യുതി നിലയാണ് കേട്ടോ. അതിന് താഴത്ത് പോണത് വൈദ്യുതി എടുത്തതിന് ശേഷമുള്ള വെള്ളം. ഗിറുണ്ട് ഓക്കെ വെറുതെ പറഞ്ഞാൽ ചേച്ചി പറയാ. ഞങ്ങൾ അവിടുന്ന് കയറി വന്നോണ്ടിരിക്കുമ്പോ അപ്പു ബാക്കി ഞങ്ങളെ നമ്മളെ ഫോമിൽ നമ്മൾ കുറെ നേരം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് നല്ല വിശ്രമിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവരവിടെ എത്തിയെന്ന് പറഞ്ഞ് ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ നടക്കാണ് തിരിച്ച് വീട്ടിലേക്ക്. സമയമില്ല, തീരെ സമയം. നാളെ പോകണം, നമ്മുടെ കുറേ ദൂരമുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് കുറെ പഠിക്കാനൊക്കെ ഉണ്ട്. 2 എക്സാം ഉണ്ട് നാളെ. ആ ഇവർക്കിനി വേറെ എവിടേക്കും പോയിട്ട് പിന്നെ വേണം വീട്ടിലേക്ക് വരാൻ. ഞങ്ങൾ നേരത്തെ ഇനി വീട്ടിലേക്കാണ് പോകണം ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നേരില്ല, അത് ഞങ്ങളിപ്പോൾ വേണം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലാണ്. ഓക്കെ ഗൈസ്. പൂവല്ലേട്ടാ സൂപ്പും ചേട്ടാ. നമ്മൾ പിന്നെ ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു ടാനടിച്ച് പട്ടിയിലും നമ്മൾ ഫോട്ടോ എടുക്കാൻ മറക്കരുത്. റിച്ചൻ്റെ മോന്ത കണ്ടറിയാൻ തീരെ താല്പര്യമില്ലാത്ത പോലെ ഇരിക്കണേ. എന്നാലും ആൻറ്റി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവിടെ എടുത്താണ്. ഇവൻ കൊടയും ചൂട്ടി വെയിലത്ത് ഗ്ലാമർ പോരുതല്ലോ, അതിന് വേണ്ടി നിൽക്കുന്നതാണ് അവൻ. അപ്പോൾ പാപ്പൻ ബാഗൊക്കെ ഇട്ട് സിമ്പിളിനായിട്ട് നടന്നു വരുന്നത് അതുകൊണ്ടോ. ഷട്ടറുകൾ ഒക്കെ തുറന്ന് സൂപ്പറായിട്ടുണ്ട്. നമ്മളും കുറച്ചു നേരം അവിടെ വായ നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായി. നമ്മൾ കുറച്ച് നേരം അപ്പോൾ കയറിപ്പോന്നു. പിന്നെ ഇതുവഴിയൊക്കെ നടന്നാട്ടോ മറ്റേ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ സ്റ്റെപ്പുകൾ കുറേ ഉണ്ട്. അതിലേ കൂടെ നടന്ന് അത് നമ്മൾ മറ്റേ ഈ അതിരപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ മറ്റേ അതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടത്തിൽ ആ കല്ലിൻ്റെ അടുക്കില്ലേ, അതേ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണം. ഇതിലെല്ലാത്തിൻ്റെയും മോന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ വശമൊന്നും ഇല്ലാണ്ടായി. എന്താ പറയുക, ഏതാണ്ട് മറ്റേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് ചൂടെടുത്ത് പുഴുകി വന്ന അവസ്ഥയെ. അതേപോലെ കൈയും കാലൊക്കെ വേനയായി. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. ഈ ഞങ്ങൾ പോകുമ്പോൾ 5 മണിയായിട്ടോ. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങണുള്ളൂ. നല്ല തിരക്കാണ് കേട്ടോ. ഇനിയൊക്കെ ഇവർ എപ്പോൾ പോകാനാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക.